അമേരിക്ക യമൻ സംഘർഷം കൂടുതൽ കടുക്കുമ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ ഞെട്ടി ലോകം. അമേരിക്കയുടെ യുദ്ധവിവരങ്ങൾ ചോർന്നതായാണ് റിപ്പോർട്ട്. അതീവ രഹസ്യമായിരിക്കേണ്ട യുദ്ധവിവരങ്ങളാണ് ചോർന്നത്. യമനിൽ ഹൂതികൾക്കെതിരായ യുദ്ധരഹസ്യങ്ങൾ വെളിപ്പെടുത്തിയത് യുഎസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ തന്നെയാണെന്നാണ് പ്രാഥമിക വിവരം. യുഎസിലെ ദി അറ്റ്ലാന്റിക് മാഗസിന്റെ എഡിറ്റർ ഇൻ ചീഫ് അടക്കം അംഗങ്ങളായ ചാറ്റ് ഗ്രൂപ്പിലാണ് സൈനിക നീക്കങ്ങൾ വെളിപ്പെടുത്തിയത്. സിഗ്നൽ ചാറ്റ് ആപ്പിലെ ഹൂതി PC എന്ന ഗ്രൂപ്പിലേക്ക് തന്നെയും അപ്രതീക്ഷിതമായി ചേർത്തതായി എഡിറ്റർ ഇൻ ചീഫ് ജെഫ്രി ഗോഡ്സ്ബർഗ് തിങ്കളാഴ്ച തുറന്നു പറഞ്ഞതോടെയാണ് സുരക്ഷാ വീഴ്ച അധികൃതർ അറിഞ്ഞത്. ഹൂതികൾക്കെതിരെ US ആക്രമണം ഏകോപിപ്പിക്കാനുള്ള ടൈഗർ ടീം രൂപവൽക്കരിക്കാൻ ഡെപ്യൂട്ടിയായ അലക്സ് വോങ്ങിന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സ് നിർദ്ദേശം നൽകി തുടങ്ങിയ ഗ്രൂപ്പാണിത്. ഹൂതികൾക്കെതിരെ ആക്രമണങ്ങൾ ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ലക്ഷ്യസ്ഥാനങ്ങളെയും വിന്യസിച്ച ആയുധങ്ങളെയും ആക്രമണ ഘട്ടങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തത് എന്ന് ഗോഡ്സ്ബർഗ് പറയുന്നു. അതേസമയം ഹെക്സത്ത് പുറത്തുവിട്ട വിവരങ്ങൾ പൂർണ്ണമായും പുറത്തുവിടാൻ അദ്ദേഹം തയ്യാറായില്ല. വൈസ് പ്രസിഡന്റ് JD വാൻസ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, CIA ഡയറക്ടർ ജോൺ റാഡ്ക്ലിഫ്, നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബാഡ, ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ, വൈറ്റ് ഹൌസ് ചീഫ് ഓഫ് സ്റ്റാഫ് സൂസി വൈൽസ്, മുതിർന്ന ദേശീയ സുരക്ഷാ കൌൺസിൽ ഉദ്യോഗസ്ഥർ എന്നിവരും ഗ്രൂപ്പിംഗ് അംഗങ്ങളാണെന്ന് ഗോഡ്സ്ബർഗ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ അശ്രദ്ധമായാണ് ഉദ്യോഗസ്ഥർ ചാറ്റാപ്പുകൾ ഉപയോഗിക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. തനിക്ക് അതേക്കുറിച്ച് ഒന്നും അറിയില്ലെന്നും ദി അറ്റ്ലാന്റിക്കിന്റെ വലിയ ആരാധകനല്ലെന്നും അദ്ദേഹം പറഞ്ഞു. അബദ്ധത്തിലാണ് സൈനിക നടപടികൾ ഗ്രൂപ്പിൽ പങ്കുവച്ചത് എന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. ആധികാരികമായി ചാറ്റ് ഗ്രൂപ്പാണിതെന്നും സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണെന്നും ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് ബ്രിയാൻ ഹ്യൂക്സും പറഞ്ഞു. സംഭവം പുറത്തറിഞ്ഞതോടെ വിമർശനവുമായി ഡെമോക്രാറ്റിക് പാർട്ടി രംഗത്തെത്തി. സൈനിക നീക്കങ്ങൾ പുറത്തായത് സുരക്ഷാ വീഴ്ചയാണെന്ന് ആരോപിച്ച അവർ ഇതേക്കുറിച്ച് US കോൺഗ്രസ് അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടു. ഏതെല്ലാം ആയുധങ്ങളാണ് ഉപയോഗിക്കേണ്ടത് തുടങ്ങിയ വിവരങ്ങൾ തനിക്ക് ലഭിച്ചുവെന്ന് ജെഫ്രി തന്റെ റിപ്പോർട്ടിൽ പറയുന്നു. മാർച്ച് 15-ന് US യമനിൽ ആക്രമണം നടത്തുന്നതിന് 2 മണിക്കൂർ മുമ്പ് ഗ്രൂപ്പ് ചാറ്റിൽ പങ്കിട്ടിരുന്നു. മാർച്ച് 15-ന് കിഴക്കൻ സമയം ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പ് യമനിലുടനീളം ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്ക ബോംബാക്രമണം നടത്തി. എന്നിരുന്നാലും ആദ്യ ബോംബുകൾ പൊട്ടിത്തെറിക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് ആക്രമണം വരുമെന്ന് എനിക്കറിയാമായിരുന്നുവെന്നും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് രാവിലെ 11:44-ന് എനിക്ക് യുദ്ധപദ്ധതി സന്ദേശം അയച്ചിരുന്നതിനാലാണ് എനിക്കിത് അറിയാനുള്ള കാരണം. ആയുധ പാക്കേജുകൾ, ലക്ഷ്യങ്ങൾ, സമയം എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. മാസികയുടെ ആദ്യ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്. വൈസ് പ്രസിഡന്റ് JD വാൻസ്, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, CIA ഡയറക്ടർ ജോൺ റാഡ്ക്ലിഫ്, നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബാഡ, ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്, വൈറ്റ് ഹൌസ് ചീഫ് ഓഫ് സ്റ്റാഫ് സൂസി വൈൽസ്, മുതിർന്ന ദേശീയ സുരക്ഷാ കൌൺസിൽ ഉദ്യോഗസ്ഥർ എന്നിവരുടെ അക്കൗണ്ടുകളും ചാറ്റ് ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നതായി ഗോഡ്സ്ബർഗ് പറഞ്ഞു. ഇതിനുശേഷം മണിക്കൂറുകൾക്കകമാണ് യമനിൽ ആക്രമണം നടന്നത്. ഇസ്രയേലിനാൽ ആക്രമിക്കപ്പെടുന്ന പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂതികൾ ചെങ്കടൽ വഴി കടന്നുപോകുന്ന കപ്പലുകളെ ആക്രമിക്കാൻ ആരംഭിച്ചിരുന്നു. ഇതിനെതിരെയാണ് US യമനിൽ ആക്രമണം നടത്തുന്നത്. ആക്രമണത്തിനോടുള്ള എതിർപ്പ് വൈസ് പ്രസിഡന്റ് JD വാൻസ് ഗ്രൂപ്പിൽ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ യുദ്ധരഹസ്യങ്ങളാണ് ഇപ്പോൾ ചോർന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.